നമസ്കാരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനപരമായ കൂട്ടായ്മകൾക്കും ആഘോഷങ്ങൾക്കും നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളും അക്രമ സംഭവങ്ങളും ആഗോള സമൂഹത്തിൽ വൻ സുരക്ഷാ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. മാനവികതയുടെയും സമത്വത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന വലിയ ജനകീയ കൂട്ടായ്മകളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ ഭയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അടുത്തിടെ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ നടന്ന വാർഷിക പ്രൈഡ് റാലി അഥവാ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങൾക്കിടയിലേക്ക് വാഹനമോടിച്ചു കയറ്റി നടത്തിയ അതിക്രമവും തുടർന്നുണ്ടായ ദാരുണ സംഭവങ്ങളും ഈ ഭീഷണിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സന്തോഷവും ഐക്യദാർഢ്യവും പങ്കുവയ്ക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ വേദിയിലേക്ക് നടന്ന ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബെർലിനിലെ പ്രശസ്തമായ ടിയർഗാർട്ടൻ പാർക്കിന് സമീപവും ബ്രാൻഡൻബർഗ് ഗേറ്റിനോട് ചേർന്നുമാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറുന്നത്. ആഘോഷങ്ങളിൽ പങ്കെടുത്ത ജനക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗതയിലെത്തിയ വാഹനം ആളുകളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അക്രമത്തിന് ശേഷം വാഹനം മരത്തിലിടിച്ച് നിൽക്കുകയും ഡ്രൈവർ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 8 പേരുടെ നില ഗുരുതരമാണെന്നും ഇതിൽ 3 പേരുടെ ജീവൻ അപകടത്തിലാണെന്നും രക്ഷാപ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ച ബെർലിൻ പോലീസ് അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് സംശയിക്കുന്നയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തിയാണ് കേസിലെ പ്രധാന പ്രതിയെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സംഭവസ്ഥലത്ത് എത്തിച്ചേർന്ന അടിയന്തര രക്ഷാസേനയും ഫയർഫോഴ്സും പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിക്കായി നഗരത്തിലുടനീളം ഊർജിതമായ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അക്രമത്തിന് ഉപയോഗിച്ച വാഹനം പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കാനും കൃത്യത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ജർമ്മനിയിൽ സമീപകാലത്തായി പൊതുജനങ്ങൾക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റി നടത്തുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മാഗ്ഡബർഗ് തുടങ്ങിയ നഗരങ്ങളിൽ സമാനമായ രീതിയിൽ കാറുകളും വാനുകളും ഉപയോഗിച്ച് ജനക്കൂട്ടത്തിന് നേരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചും പൊതുസ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം കണിശമായ ആക്രമണങ്ങൾ തടയാൻ കൂടുതൽ ശക്തമായ സുരക്ഷാ പ്ലാനുകളും ഇൻ്റലിജൻസ് നിരീക്ഷണവും അനിവാര്യമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും വ്യക്തികളും നടത്തുന്ന ഭീകരാക്രമണങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര സുരക്ഷാ രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള സങ്കീർണമായൊരു വിഷയമാണ്. ജനാധിപത്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മുൻഗണന നൽകുന്ന പാശ്ചാത്യ സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ കേവലം ഒരു കാരണം മാത്രമല്ല ഉള്ളത്, മറിച്ച് ഐഡിയോളജിക്കൽ, രാഷ്ട്രീയ, സാമൂഹിക, ചരിത്രപരമായ നിരവധി ഘടകങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളുടെ കാതൽ എന്താണെന്നും ഏതൊക്കെ തരം പ്രത്യയശാസ്ത്രപരമായ തത്വങ്ങളാണ് തീവ്രവാദികളെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന തീവ്രവാദ പ്രത്യയശാസ്ത്രമാണ്. സലഫി ജിഹാദി ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഐസിസ്, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകൾ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പാശ്ചാത്യ മൂല്യങ്ങളെയും തങ്ങളുടെ വഹാബി സലഫി സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി കാണുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യം, ലിംഗസമത്വം, LGBTQ+ അവകാശങ്ങൾ, വിചാര സ്വാതന്ത്ര്യം എന്നിവയോടുള്ള എതിർപ്പും തങ്ങളുടെ ആശയങ്ങൾ ലോകമെമ്പാടും അടിച്ചേൽപ്പിക്കണമെന്ന ചിന്തയും ഇവരെ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നു. പാശ്ചാത്യ സംസ്കാരത്തെ ധാർമ്മികമായി അധംപതിച്ച ഒന്ന് ആയി ചിത്രീകരിച്ച് അതിനെതിരെ പോരാടുന്നത് തങ്ങളുടെ മതപരമായ ചുമതലയാണെന്ന് ഇവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, വിദേശ നയങ്ങളും ഭൗമരാഷ്ട്രീയവുമാണ്. ഇതാണ് ഈ ആക്രമണങ്ങൾക്ക് വലിയൊരു കാരണമായി തീവ്രവാദികൾ ചൂണ്ടിക്കാണിക്കാറുള്ളത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ, ലിബിയ തുടങ്ങിയ പ്രദേശങ്ങളിലും അമേരിക്കയുടെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും സൈനിക ഇടപെടലുകൾ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സൈനിക നടപടികൾക്ക് കാരണം ദുരിതമനുഭവിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളായി സ്വയം ചമഞ്ഞുകൊണ്ട്
യൂറോപ്പിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ പ്രതികാരം ചെയ്യുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് ഇവർ ന്യായീകരിക്കുന്നു. നിങ്ങളുടെ രാജ്യങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ ബോംബിടുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ തെരുവുകളിൽ ഭീതി വിതയ്ക്കുമെന്ന തരത്തിലുള്ള പ്രതികാര മനോഭാവമാണ് ഇവരെ നയിക്കുന്നത് പോലും. മറ്റൊരു നിർണായക ഘടകം യൂറോപ്പിൽ ജീവിക്കുന്ന ചില കുടിയേറ്റക്കാർക്കിടയിലെ സാമൂഹിക സാമ്പത്തിക ഒറ്റപ്പെടലും സ്വത്വ സങ്കീർണതകളുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ രണ്ടാം തലമുറയിലെയോ മൂന്നാം തലമുറയിലോ പെട്ട ചെറുപ്പക്കാർ പലപ്പോഴും തങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ മൂല്യങ്ങളുമായി സമന്വയിക്കാൻ സാധിക്കാതെ ഒറ്റപ്പെട്ടു പോകുന്നു. തൊഴിലില്ലായ്മ, വംശീയ അധിക്ഷേപങ്ങൾ, സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരണം എന്നിവ കാരണം നിരാശരാകുന്ന ഇത്തരം യുവാക്കളെ ഇൻ്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തീവ്രവാദ ഗ്രൂപ്പുകൾ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കുകയും തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. സ്വന്തമായി ഒരു സ്വത്വം തിരയുന്ന ഈ ചെറുപ്പക്കാരെ വിശുദ്ധ യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ പ്രേരിപ്പിച്ച് ലോൺ വുൾഫ് ആക്രമണങ്ങൾക്ക് ഇരയാക്കുകയാണ് തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നത്. ഇതിനു പുറമെ യൂറോപ്പിൽ നിലനിൽക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും അതിനോട് തീവ്രവാദികൾ പുലർത്തുന്ന വിരോധവും ആക്രമണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രവാചകൻ്റെ ചിത്രങ്ങൾ വരച്ചതിൻ്റെ പേരിലോ മതത്തെ വിമർശിച്ച് പുസ്തകങ്ങളോ ലേഖനങ്ങളോ എഴുതിയതിൻ്റെ പേരിലോ നടന്ന ആക്രമണങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു. തങ്ങളുടെ മതപരമായ വിശുദ്ധികളെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല എന്നും അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കണമെന്നുമുള്ള മധ്യകാല ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയ അധികാര മോഹങ്ങളും തീവ്രമത പ്രത്യയശാസ്ത്രങ്ങളും സാമൂഹിക നിരാശകളും സമന്വയിക്കുന്നതിൻ്റെ ദുരന്തഫലമാണ് യൂറോപ്പിൽ കാണുന്ന ഇസ്ലാമിസ്റ്റ് ആക്രമണങ്ങൾ. ഇതിനെ പ്രതിരോധിക്കാൻ കേവലം സൈനിക പോലീസ് നടപടികൾ മാത്രം പോരാ, മറിച്ച് തീവ്രവാദ ആശയങ്ങളുടെ വേരറുക്കുക, ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് തടയാൻ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ശക്തമാക്കുക, ആഗോളതലത്തിൽ സമാധാനം ഉറപ്പാക്കുന്ന നയതന്ത്രങ്ങൾ സ്വീകരിക്കുക എന്നിവ അനിവാര്യമാണ്. പാശ്ചാത്യ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം തീവ്രവാദ ആശയങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.